ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓവർ ടൈം വർക്കാണ് കേട്ടോ. ഈ കിടക്കുന്ന ഹോഡ് ഇത് പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്ത ആടെ അനിയനാണെങ്കിൽ വന്നിട്ട് സൗദിയാണ്. ഇതിൻ്റെ എഞ്ചിൻ സൂപ്പറാണ്, അത് അവന് വേണമെന്നും പറഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളല്ല എടുത്തത്, ഇത് പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സുഡാനിയോടൊക്കെ പറഞ്ഞു വിട്ടു കേട്ടോ. അവനാണ് വണ്ടി എടുക്കുന്നത് പൊളിക്കാൻ. പിന്നെ അവനായിട്ട് കച്ചവടമൊക്കെ ഉറപ്പിച്ച് ടെൻഡറൊക്കെ വന്നിട്ട് പറഞ്ഞു എഞ്ചിനൊന്ന് അഴിച്ചു തരണം, വേറെ കേടുപാടുകളൊന്നും കൂടാതെ അഴിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. 300 റിയാൽ പറഞ്ഞ് പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞു പൈസ തന്നാലേ അഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ പോകും, അതേപോലെ ഇരിക്കും, ആരെ വെച്ച് വേണേലും അഴിച്ചോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവന്മാർ അഴിച്ച് നമ്മൾ ഇവന്മാരെയും വെയിറ്റ് ചെയ്തിരിക്കണം. ഇതാകുമ്പോൾ പൈസ ആയി കിട്ടി അഴിച്ച് എവിടെയോട്ടെങ്കിലും വെച്ചു കൊടുത്ത് സ്ഥലം കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിൻ്റെ പൈപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ചെറിയൊരു സ്പെഷ്യൽ ടൂളോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതേപോലെ എന്തെങ്കിലും ഒരു ക്ലാമ്പൊന്ന് വളച്ചൊന്ന് പ്രസ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഉൾപ്പെടെയാണ്, PCI നിന്ന് വരുന്ന വയറിംഗ് കിറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ അഴിച്ചെടുക്കേണ്ടത് കേട്ടോ. വേറെ പൊട്ടലോ ചീറ്റലോ ഒന്നും കാണില്ലെന്നാണ് അവൻ പ്രത്യേകം പറഞ്ഞേക്കുന്നത്. പിന്നെ ഇത് റേഡിയേറ്ററിൽ വരുന്ന ക്ലാമ്പാണ് കേട്ടോ. ഇതാണ് ഒരു ബോൾട്ട്, 8-ൻ്റെ ഒരു ബോൾട്ടിൽ ഒരു ലോക്കായിട്ടാണ് അതിരിക്കുന്നത് കേട്ടോ. എഞ്ചിനൊക്കെ നല്ലതാണോ, വെള്ളം ലീക്കും കാര്യങ്ങളൊക്കെ റേഡിയേറ്ററിൽ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ റേഡിയേറ്റർ അഴിച്ച് വെളിയിലിട്ടിട്ടുണ്ട്. റേഡിയേറ്റർ ആണെങ്കിലും പന്ന സാധനം അവിടെ ഇവിടെയൊക്കെ ഇട്ടീരുമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ബാറ്ററി ട്രേ ആണ് കേട്ടോ. ഇച്ചിരി മെനക്കെട്ട പണിയാണ്, ഇത് അടിയിലാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ടൊയോറ്റയുടെ വണ്ടി ആകുമ്പോഴേ 12, 14, 10, 8 അങ്ങനെയുള്ള ഇതൊക്കെയാണല്ലോ. 17 ഇതാണെങ്കിൽ മൊത്തം തലയിരിഞ്ഞത് 13, 15, 16, 18, 8 അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ. നമ്മുടെ കയ്യിലാണ് ടൂള് തന്നെ ആണെങ്കിലും ലോങ് ബോക്സൊക്കെ വേണമെങ്കിലും ഒക്കെ പാടാണ് കേട്ടോ. പിന്നെ 18-ൻ്റെയൊക്കെ അഴിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ൻ്റെ ബോക്സ് ഇട്ട് അഴിച്ചേക്കുന്നത്. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ പഴയ ബോക്സിൻ്റെ അകത്ത് വേറൊരു പൊട്ടിയ ബോക്സ് ഇട്ട് വെൽഡ് ചെയ്തിട്ടൊക്കെയാണ് അഴിച്ചെടുത്തത്. ആ സൈലൻസറൊക്കെ 15 ആയിരുന്നു. അങ്ങനെ നമ്മളെന്തായാലും എഞ്ചിനൊക്കെ അഴിച്ച് തൂക്കി താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് വയറിംഗ് കിറ്റ്. ഗിയർ ബോക്സിലോട്ടും ഇത് ഫ്ലൈ വീൽ കേട്ടോ. ഇതിലാണ് ടോർക്ക് കൺവേർട്ടർ വന്ന് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. വന്നില്ല കണ്ടോ, വെള്ളം ലീക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. എന്ത് കണ്ടിട്ടാണോ, എന്ത് വേണേലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് 1-2 മണിക്കൂർ കൊണ്ട് 300 റിയാൽ കിട്ടിയല്ലോ, ഇത് തന്നെ വലിയ കാര്യം. ഇത് അൾട്ടർനേറ്റർ, ഇത് സ്റ്റിയറിങ്ങിൻ്റെ പമ്പ്, ഈ കാണുന്നത് അതിൻ്റെ ബെൽറ്റിൻ്റെ ടെൻഷനറാണ് കേട്ടോ. ഇത് കാണുന്നത് വാട്ടർ പമ്പിൻ്റെ പുള്ളി വരുന്നത്. ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴിച്ചെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ, വലിയ മെനക്കെട്ട പണിയൊന്നുമല്ല. പിന്നെ അതിൻ്റെ കോയിലൊക്കെ കണ്ടോ, ഒരെണ്ണം കളറായിട്ടുണ്ടല്ലേ, മഞ്ഞ കളർ. അപ്പോൾ ഓക്കെ.